ഒരാഴ്ചയോളമായിട്ട് അവിടെ കുടുങ്ങി കിടക്കുക. പക്ഷെ നമ്മളാരും കണ്ടില്ല കേട്ടോ. ഇതിന് മേളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ രക്ഷപ്പെടുത്തണം. പിന്നെ ഒരു ജീവന്റെ മാത്രമല്ല, എത്ര ജീവനെയും കൊണ്ട് അവര് മെട്രോ കടന്നു വരുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകരുത്. പിന്നില്ലേ, മെട്രോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ആ പൂച്ച ചിലപ്പോൾ എടുക്കുമ്പോഴായിരിക്കും, ചിലപ്പം പൂച്ച അങ്ങോട്ട് കുറുക്കി ആടുമ്പോഴായിരിക്കും മെട്രോ വരുന്ന സമയത്ത് അവരും ആകെ പ്രശ്നമാകും, അപകടം ഉണ്ടാക്കും. എത്ര പേരുമായിട്ടാണ് മെട്രോ കടന്നു വരുന്നത്. അപ്പൊ ഈ പൂച്ചയുടെ ജീവനെ നമുക്ക് രക്ഷിക്കണം, നമ്മുടെ ആൾക്കാര്, നമ്മുടെ ജീവന്, എല്ലാവരുടെയും സുരക്ഷ, അത് നമുക്ക് വേണം. വളരെ ശരിയായി പറഞ്ഞ പോലെ. ചേട്ടൻ ഇത് അറിഞ്ഞു വന്നതാ? പോകുന്ന വഴിക്ക് ഇവിടെ ഡേഞ്ചറാണല്ലോ, ഇതൊക്കെ കളഞ്ഞില്ലെങ്കിൽ ആൾക്കാർ ഇവിടെ വീഴും. അതാണ് ആള് വീണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂച്ചേനെ രക്ഷിക്കട്ടെ, അപകടം ഇല്ലാതിരിക്കട്ടെ. ഇതാണല്ലോ എപ്പോഴും ചെയ്യേണ്ടത്. നല്ല കാര്യം. ധാരാളം ആളുകൾ ശരിക്കും ഇതൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്, മെട്രോയുടെ പ്രതിനിധികളും ഇവിടെയുണ്ട്. അതായത് ഇവിടുന്ന് നിർദ്ദേശം കൊടുക്കുക, വയർലെസ്സിൽ ഇവിടെ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിർദ്ദേശം കൊടുക്കാൻ മെട്രോയുടെ പ്രതിനിധികളെയും, അതായത് ഇവിടെയുള്ള ഈ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണിത്, സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കൂടി ഇവിടെയുണ്ട്. ഈ ദൗത്യം പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു. കാരണം വളരെ വേഗത്തിൽ എല്ലാ നിർദ്ദേശവും കൊടുത്തു, മെട്രോ സർവീസ് തന്നെ നിർത്തിവെക്കാനുള്ള എല്ലാ തീരുമാനവും എടുത്ത് ദൗത്യത്തിൻ്റെ ടൈമും തീരുമാനിച്ച് ഇവിടെ ആരംഭിച്ചതാണ്. അതിനിടെയാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധി ഉള്ളത്. അതുകൊണ്ട് ഇത് വൈകുന്നത് കൊണ്ട് ഇനി മെട്രോ സർവീസ് നടത്താതിരിക്കേണ്ടതില്ല. കാരണം വൈകുകയാണല്ലോ, അത് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്, ആരും പ്രതീക്ഷിച്ചതല്ല. എല്ലാ സംവിധാനവും ഒരുക്കിയിരുന്നു. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചു, റെസ്ക്യൂ ആംബുലൻസ് ഉണ്ടായിരുന്നു, അവരുടെ സേവനം, അതായത് എന്തെങ്കിലും തരത്തിൽ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ. കാരണം അത് തളർന്ന് നമ്മൾ ഒരു പകർത്തിയ ഒരു ഫോട്ടോ, ഒരു ചിത്രത്തിൽ കണ്ടല്ലോ, ഇങ്ങനെ തളർന്ന് കിടക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ചെയ്യണം എന്ന നിർദ്ദേശം വന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ വളരെ വേഗത്തിൽ ഈ ദൗത്യത്തിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചത്. സാധാരണ നമുക്കറിയാം, എന്ത് വലിയ ഹർത്താലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായാലും വളരെ അടിയന്തര സാഹചര്യം, എമർജൻസി സിറ്റുവേഷൻ അല്ലാതെ മെട്രോ സർവീസ് തടസ്സപ്പെടാറില്ല, നിർത്തിവെക്കാറില്ല. അത്രയും സുരക്ഷാ കാരണങ്ങൾ അല്ലെങ്കിൽ അടിയന്തര കാരണങ്ങൾ അല്ലെങ്കിൽ കൊച്ചി മെട്രോ സർവീസ് നിർത്തിവെക്കാറില്ല. സമരങ്ങൾക്കും ഇതുവരെയും അങ്ങനെ കൊച്ചി മെട്രോ തടസ്സപ്പെട്ടില്ല. ചില അപ്രതീക്ഷിതമായ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി മാത്രമാണ് മെട്രോ സർവീസ് നിർത്തിവെച്ചിട്ടുള്ളൂ എന്നതാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെ തീരുമാനം എടുക്കാറില്ല. അതുകൊണ്ടാണ് മെട്രോ സർവീസ് പൂർത്തിയായതിനു ശേഷം ദൗത്യത്തിലേക്ക് കടക്കാം എന്ന് ആദ്യം കരുതിയത്. പക്ഷേ അതിനിടെയാണ് ഒരു ചിത്രം കണ്ടത്. ആ ചിത്രത്തിൽ പൂച്ച തളർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കുറേ ദിവസം, ഇത്രയധികം ദിവസമായി ഇതിന് മുകളിൽ മറ്റ് ഭക്ഷണം, വെള്ളം അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ സ്വാഭാവികമായും തളർന്നു കൊള്ളാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ജീവൻ നഷ്ടപ്പെട്ടേക്കും എന്നൊരു ആശങ്കയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് യഥാർത്ഥത്തിൽ പോയത്. പക്ഷേ പൂച്ച എങ്ങനെ ഇതിൻ്റെ മുകളിലെത്തി? ഇപ്പോൾ ആ കെട്ടിടം വഴി കയറി ഇങ്ങോട്ട് ചാടിയപ്പോൾ അപ്രതീക്ഷിതമായി ഇതിൽ കുടുങ്ങിപ്പോയതാണോ എന്നറിയില്ല, അങ്ങനെ അനുമാനിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേഗത്തിൽ ജീവൻ രക്ഷിക്കുക, ഒരു ജീവനാണല്ലോ, എല്ലാം ഭൂമിയിലുള്ള എല്ലാ ജീവനും ഈ ഭൂമിയുടെ സഹപങ്കുകാരൻ എന്ന നിലയിൽ എല്ലാ ജീവികൾക്കും, മനുഷ്യൻ മാത്രമല്ല സസ്യങ്ങളും പക്ഷി മൃഗാദികളും എല്ലാവർക്കും ജീവൻ ഭൂമിയുടെ തുല്യ പങ്കാളികൾ എന്ന നിലയ്ക്കാണ്. എന്തായാലും ഈ മെട്രോ സർവീസ് തുടരുമല്ലോ അല്ലേ? ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? സർവീസ് തുടരും. അതാണ് മെട്രോയുടെ ഇവിടെ ചുമതലയ്ക്ക് വേണ്ടി ഇവിടെ നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ്. സർവീസ് തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഈ ദൗത്യം ഓണാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സർവീസ് തുടരുന്നതിൽ തടസ്സമില്ല. പക്ഷേ ആനിമൽ റെസ്ക്യൂ ആംബുലൻസ് ഒക്കെ ഇവിടെ തുടരും. ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന നടപടികളിലേക്ക് പോകും എന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അപ്പോൾ പൂച്ച സാറിനെ വളരെ വേഗത്തിൽ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്രതീക്ഷിതമായി ഈ പ്രതിസന്ധി അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പൂച്ച എങ്ങനെ ഇതിൽ കയറി? ഈ പൂച്ച ഇങ്ങനെ പിടിച്ച് കയറുവോ? സ്റ്റേഷനിലെല്ലാം ക്യാമറ ഉള്ളതല്ലേ? ഈ പൂച്ച ഓടിപ്പോയി, ഒരു മനുഷ്യന്റെ കണ്ണിപ്പെട്ടില്ല എന്ന് പറയുമ്പോ ഇനിയും വല്ല ദുഷ്ടകൾ കൊണ്ട് വെച്ചതാണോ നമ്മുടെ കൊച്ചിയെ നശിപ്പിക്കാൻ? ചേച്ചിയൊരു ഗൂഢാലോചന. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലേ? നശിപ്പിക്കാൻ ചിലപ്പം എല്ലാവരും ചെയ്തതാണോ പൂച്ച കൊണ്ടിട്ട്? അങ്ങനെ വരും. അല്ല, ഈ പൂച്ച ഇത്രയും മേളിൽ എങ്ങനെ കയറി? ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന ആശയവിനിമയം. ഓക്കെ, രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം തന്നെ നടക്കുമെന്നാണ് നമുക്കറിയുന്നത്. ഏതൊരു ജീവനെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്ന വാക്കുകളാണ് അവിടെയുള്ളവർ പറയുന്നത്. ആ ഒരു പൗരബോധം, ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ആളുകളൊക്കെ പ്രതികരിക്കുന്നത്. യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ മെട്രോ എന്തായാലും നിലവിൽ സർവീസ് നടക്കുന്നുണ്ട്. ഇത് തുടങ്ങുന്ന സമയത്തേക്ക് ചിലപ്പോൾ നിർത്തിവെച്ച് വൈദ്യുത ബന്ധം വിച്ഛേദിച്ച് ഈ പൂച്ചയെ താഴെ ഇറക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടക്കുക.